ചേരാനല്ലൂർ മഹല്ല് ഖത്തീബാണ്. ഈ മഹല്ലിലെ അംഗമായ നവാസ് എന്ന സഹോദരന്റെ മകളായ ഫാത്തിമത്ത് സഹറ എന്ന കുട്ടി അതിഗുരുതരമായ അസുഖം ബാധിച്ച് ഏറെ പ്രയാസത്തിലാണ്. നിരവധി കടബാധ്യതകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കുടുംബം അതിഗുരുതരമായി അസുഖം ബാധിച്ച് ഈ കുട്ടിയുടെ ഇരു കണ്ണുകളുടെയും കാഴ്ചശക്തി, അതുപോലെ തന്നെ ഹൃദയത്തിന്റെ പ്രവർത്തനം, വൃക്കകളുടെ പ്രവർത്തനം, ഇതൊക്കെ താറാറിലായ ഈ ഒരു അവസ്ഥയിൽ ഈ പരിശുദ്ധമായ മാസത്തിൽ നിങ്ങൾ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഏറ്റവും അർഹതയുള്ള ഈ കുടുംബത്തിന് നിങ്ങൾ എല്ലാവരും അകമഴിഞ്ഞ സഹായം നൽകണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നവാസ്. ഇതെൻ്റെ മകൾ ഫാത്തിമത്ത് സഹറ. അവൾക്ക് മാരകമായ SLE എന്നൊരു അസുഖം പിടിപെട്ടിട്ട് ഇടതു കണ്ണിൻ്റെ കാഴ്ച പരിപൂർണമായിട്ട് നഷ്ടപ്പെടുകയും വലതു കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ 2 കിഡ്നിയും ഈ രോഗം ബാധിച്ചതിന് ശേഷം മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഞങ്ങൾ വളരെയധികം പിന്നോട്ട് പോയി. സഹോദരൻ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ എൻ്റെ മകളുടെ ജീവന് വേണ്ടിയിട്ട്, അവളുടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. നിങ്ങൾ സഹായിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിലും ഞങ്ങൾ ഉൾപ്പെടുത്തണം. തിരിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരിക്കും. അസ്സലാമു അലൈക്കും. ജീവിതത്തിലോട്ട് തിരിച്ചു വരണം ഒരുപാട് ആഗ്രഹമുണ്ട് എൻ്റെ മോൾക്ക്. ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവരും എൻ്റെ മോളുടെ ജീവിതം തിരിച്ചു വരുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് സഹായിച്ചു അള്ളാഹുവിന്റെ നാമത്തിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ഇതെന്റെ മോളുടെ ജീവിതം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഞാൻ സയ്യിദ് മുഹമ്മദ്, ചേരാനല്ലൂർ മഹല്ല് പ്രസിഡന്റാണ്. ഇവിടെ സൂചിപ്പിച്ച ഫാത്തിമത്ത് സഹറ എന്ന കുട്ടി ഈ മഹല്ലംഗമായ നവാസ് സാഹിബിന്റെ മകളാണ്. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഈ കുടുംബത്തിന് കൂനിന്മേൽ കുരുവെന്ന പോലെയാണ് ഈ കുട്ടിയുടെ രോഗാവസ്ഥ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ശ്രീചിത്ര, RCC മുതലായ പ്രമുഖ സ്ഥാപനങ്ങൾ കൈയൊഴിഞ്ഞ അവസ്ഥയിൽ അമൃത മെഡിക്കൽ കോളേജ് ഒരു പരീക്ഷണാർത്ഥം ഈ കുട്ടിയുടെ ചികിത്സ എന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. എങ്കിൽ പോലും ചികിത്സാ ചെലവുകൾക്ക് അനുബന്ധമായി ഏകദേശം 30 ലക്ഷം രൂപയോളമാണ് ആശുപത്രി അധികൃതർ കണക്കാക്കുന്നത്. ഈ കുടുംബത്തിനാണെങ്കിൽ അതിന് തൊട്ടു മുമ്പ് ഈ കുട്ടിയുടെ ഉമ്മ ഗുരുതരമായ കിഡ്നി രോഗം ബാധിച്ച് 2 കിഡ്നികളും ഫെയിലായ അവസ്ഥയിൽ അവർ ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. പിതാവും സഹോദരനും ചെറിയ പണികൾ ചെയ്ത് കിട്ടുന്ന ഉപജീവന മാർഗമായിരുന്നു കുടുംബത്തിന്റെ വരുമാനം. ഈ സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ ഗുരുതരമായ രോഗത്തിന് ചികിത്സിക്കാൻ യാതൊരുവിധ സൗകര്യങ്ങളും ലഭ്യമല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ ഓരോരുത്തരും അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ട് ഈ ജീവൻ രക്ഷിക്കാൻ കാര്യമായി ഇടപെടണമെന്നും ഉദാരമായി സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കും. അസ്സലാമു അലൈക്കും. ഞാൻ നസീമ ഷംസുദ്ദീൻ. ഇപ്പോൾ ഇവരെൻ്റെ സഹോദരങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ ജീവിതം വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ്. എല്ലാവരും അവരവരുടേതായ രീതിയിൽ സഹായിച്ച ആ കുടുംബത്തെ കരകയറ്റണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.